ഗൈസ്, ഇന്ന് ഞാനൊരു ടെലിവിഷൻ പ്രോഗ്രാമിൽ ആദ്യമായിട്ട് പങ്കെടുക്കാൻ പോയിരുന്നു. അതായത് ഒരു ചിരി ഇരുചിരി ബമ്പർ ചിരിയുടെ ഓഡിഷനാണ് ഞാൻ പോകുന്നത്. അതാണ് ഈ വ്ലോഗ്. ഓക്കെ, ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പൊ ഞാൻ ഇപ്പൊ രാവിലെ തന്നെ കുളിച്ച് റെഡിയായി. ഇന്നലെ നിങ്ങളെ കാണിച്ച ആ ഒരു ഡ്രസ്സിൽ നിൽക്കുകയാണ്. പിന്നെ ബാഗുണ്ട്, ബാഗിൽ സ്ക്രിപ്റ്റും സംഭവങ്ങളൊക്കെ എന്റെ കയ്യിൽ ഇരിപ്പുണ്ട്. ബൈക്കിലാണ് പോണത് ഗൈസ്. ഇന്നലെ ഞാൻ ബസ്സിൽ കയറി പോകാന്നാണ് വിചാരിച്ചത്. അപ്പോൾ എന്റെ ഒരു കൂട്ടുകാരൻ സെറ്റായി, ആദർശ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. അപ്പോഴേ അവൻ വരാന്ന് പറഞ്ഞു എന്റെ കൂടെ. അപ്പൊ അവൻ ബൈക്കിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ബൈക്കിലെങ്ങ് പോവാം. അങ്ങനെ ഹെൽമെറ്റ് എല്ലാം സെറ്റാക്കി വെച്ചു. കണ്ടില്ലേ, ഇതായിരിക്കണം ഹെൽമെറ്റ്. അത് സംഭവങ്ങളെല്ലാം സെറ്റ്. ഇനി അവൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ നേരെ അങ്ങോട്ട് പോകണം. എവിടെയാണ്? നെയ്യാറ്റിൻകരയാണ്. സമയം ഇപ്പോൾ 7:31. ഇവിടുന്ന് യാത്ര ഉടനെ തന്നെ തിരിക്കുന്നതായിരിക്കും. എനിക്ക് സംതിങ് എക്സൈറ്റഡും അല്ല, എന്നാ ടെൻഷൻ ഉണ്ടാന്ന് വെച്ചാൽ ടെൻഷനും ഉണ്ട്. ഒരുമാരത്തെ ഒരു മൈൻഡ് സെറ്റിലാണ് ഞാൻ ഇരിക്കണം. അതെങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കണമെന്ന് എനിക്കറിയില്ല. എന്റെ ലൈഫിൽ ഒരു ഡേ ഇറങ്ങിയായിട്ടുള്ള ഒരു സാധനമാണ്. ഞാൻ ഇതുവരെ ഒരു സ്റ്റേജ് പോലും കയറിയിട്ടില്ല. ഫസ്റ്റ് ടൈം ഒരു സ്റ്റേജിൽ കയറാൻ വേണം. അപ്പോൾ ഒരു എക്സൈറ്റ്മെന്റ്, നമ്മളെ ഈ അഡ്രിനൽ റഷ് എന്നൊക്കെ പറയുമ്പോൾ എന്ന് വെച്ചാൽ അടി വെയിറ്റ് മറ്റേ ഒരു അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടല്ലേ, പെയിന് പോലെ ഇങ്ങനെ വന്നിട്ടുള്ളൂ. സോ എന്റെ സ്കൂൾ ടൈമിൽ പോലും ഞാൻ ഒരു സ്റ്റേജ് കയറിയിട്ടില്ല. നോക്കാം, ഇത് ജീവിതത്തിലെ ഫസ്റ്റ് ടൈം ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും. എന്തായാലും ഇന്ന് ഞായറാഴ്ചയും കൂടെ ആണ്ട് ഒരു ഫ്രീനെസ് ഉണ്ട്. ഞായറാഴ്ച ഒരു ഫ്രീനെസ് ഉണ്ട്. നമ്മൾ മൈൻഡ് വൈസ് നോക്കുമ്പോൾ ഒരു ടെൻഷനും സംഭവങ്ങളും എല്ലാം ഉണ്ട്. നോർമലി ഒരാൾക്ക് വരാൻ പറ്റുന്ന ടെൻഷൻ എല്ലാം ഉണ്ട്. അത് നോക്കിയിട്ട് കാര്യമില്ല. നമ്മളെ നമ്മളെ ഫിയറിനെ നമ്മൾ ഫേസ് ചെയ്തേ പറ്റുള്ളൂ. എന്തൊക്കെ പറഞ്ഞാൽ വൺ ഐഡിയ ലൈഫ് ഗൈസ്, നമുക്ക് അത് പോയി ചെയ്യാം. ഒരുപാട് തോട്ട്സ് ഇങ്ങനെ മൈൻഡിൽ കൂടെ ഇങ്ങനെ കൺവേ ചെയ്ത് പോകുന്നുണ്ട്. ഞാൻ ഇന്നലെ രാത്രി 12 മണി വരെ ഇരുന്ന് സ്ക്രിപ്റ്റ് സെറ്റ് ചെയ്ത് പഠിച്ചൊന്ന് സെറ്റാക്കി. ഏകദേശം ഒരു ഐഡിയ, ഫുള്ള് കംപ്ലീറ്റ് ആയിട്ട് ഞാൻ ഒത്തു പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റും. ഏകദേശം ഒരു ഐഡിയ ഞാൻ സെറ്റാക്കി വെച്ച് അവിടെ ഫ്ലോറിൽ പോയി ചെയ്യുമ്പോൾ എന്തൊക്കെ ആവണം. അത് എന്റെ ദൈവമേ, അതൊന്നും എനിക്ക് യാതൊരു പിടിയില്ല ഗൈസ്. ഒന്നുകിൽ ഇത് സക്സസ് ആവും അല്ലെങ്കിൽ ഫെയിൽ ആവും. അതുകൊണ്ട് ട്രൈ ചെയ്യുക, അത്രമാത്രമേ നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റും. 9 മണിക്കാണ് നമ്മൾ അവിടെ എത്തേണ്ടത്. ഇപ്പൊ 7:34. ഇനി സമയമൊക്കെ ഉണ്ട്. നമുക്ക് ബൈക്കിൽ എത്താൻ 1.5 മണിക്കൂർ മതിയെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് അറിഞ്ഞൂടോ. അപ്പൊ അതുകൊണ്ട് തന്നെ കുറെ 10 മിനിറ്റ് കൂടെ കഴിഞ്ഞ് ഞാൻ വരും. അയ്യോ, എന്റെ ലൈഫിൽ ഒരു ബിഗ് ഡേ ആണ് ഗൈസ് ഇന്ന്. അയ്യോ, അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് എന്തോ എല്ലാ സംഭവമുണ്ട്. നമുക്ക് നോക്കാം ഗായ്സ്. അപ്പൊ അവ എത്തി. അമ്മ, ഞാൻ പോയിട്ട് വരാവേ കേട്ടോ. ഓക്കെ ഗായ്സ്, അപ്പൊ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി. ഹെൽമെറ്റ് ഇതായിരിക്കുണ്ട്. ഇവിടെ ഒരു ഹായ് പറയണേ. നീ അങ്ങനെ പറഞ്ഞത് നെയ്യാറ്റിൻകര നിംസ് ഗായ്സ്. അപ്പൊ ഇവിടെ വന്നിട്ട് നമ്മളിവിടെ വെയിറ്റ് ചെയ്യണം. കാരണം ഇവിടെ ആരും വന്നില്ല. നമ്മളിവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കിയത്. അവിടെ ചെന്ന് മുകളിൽ ചെന്ന് ഹാളിൽ കയറിയപ്പോൾ അവിടെ ആരുമില്ല. അവിടെ ആള് ക്ലീൻ ചെയ്തോണ്ടിരിക്കുന്നു. ഒറ്റ മനുഷ്യരുന്നില്ല. തറ വെളുക്കണതിന് മുമ്പ് ഞാനും എന്നോട് എന്താ പോസ്റ്റ് അടിച്ചതായിരിക്കുന്നു. ഡേയ്, ഫുഡ് കഴിച്ചില്ല? കഴിച്ചു വീട്ടിൽ കഴിച്ചു. സോ നമ്മളിവിടെ നിൽക്കുകയാണ് ഗായ്സ്. ഇനി എപ്പോഴാണ് ഓഡിഷൻ, എന്തിനാണ് ഇതിന്റെ ഒരു സെറ്റപ്പ് എനിക്ക് അറിഞ്ഞില്ല. അപ്പൊ അതുകൊണ്ട് വെയിറ്റിംഗ് ആയിട്ട് ഇങ്ങനെ ഇവിടെ നിൽക്കുകയാണ്. ഇവിടെ നല്ല തണലുണ്ട് കേട്ടോ. പക്ഷെ എനിക്കൊരു ടെൻഷനുണ്ട്. എന്തിനാണെന്ന് പറഞ്ഞാലും ടെൻഷൻ ഇങ്ങനെ അലയടിച്ച് നിൽക്കും. എന്തിനാണെന്ന് അറിഞ്ഞോളൂ. നമ്മൾ ഫസ്റ്റ് ടൈം ചെയ്യണേ. ഞാൻ ഇതുവരെ വേറെ പരിപാടിക്കൊന്നും പോയിട്ടില്ല. ഇതേപോലെ ഒരു ഓഡിഷൻ പോകണം ഫസ്റ്റ് ടൈം തന്നെ. അതുകൊണ്ട് നമ്മൾ ഫസ്റ്റ് തുടക്കത്തിലായതുകൊണ്ട് ആ ഒരു ഹാർഡ്നെസ് ഫീൽ ചെയ്യുന്ന എനിക്ക് തോന്നി. എന്തായാലും പോയി ചെയ്യണം. ഓക്കെ, യെസ് ഗൈസ്. അപ്പൊ അത്രയും സംഭവങ്ങളാണ് ഞാൻ അതുവരെ ഷൂട്ട് ചെയ്യുന്ന പറഞ്ഞത്. അത് കഴിഞ്ഞ് നമുക്ക് അകത്ത് ഷൂട്ട് ചെയ്യാനുള്ള പെർമിഷൻ ഇല്ലായിരുന്നു. അപ്പൊ അതുകൊണ്ട് അവിടെയുള്ള കാര്യം ഞാൻ എന്താണെന്ന് നറേറ്റ് ചെയ്ത് നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതായത് ഞാൻ ഫസ്റ്റ് അകത്ത് നമ്മുടെ ഹാളിൽ പോയി ഇരുന്ന ടൈമിൽ റൂമേഴ്സ് ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അവരെ കൊണ്ടുവന്ന് ഞാൻ എന്റെ സ്ക്രിപ്റ്റ് കാണിച്ചു പറഞ്ഞ് നോക്കിയിട്ട് നമുക്ക് ചെയ്ത് നോക്കാം, എങ്ങനെ പെർഫോം ചെയ്ത് നോക്കിയിട്ട് എന്റെ പെർഫോമൻസ് എങ്ങനെയുണ്ട് അത് നോക്കിയിട്ടായിരിക്കും നമ്മൾ ഓഡിഷന്റെ ഒരു ലെവലിൽ നമ്മളെ സെലക്ട് ചെയ്യുമെന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് ഫസ്റ്റില് ഭയങ്കര ടെൻഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ ഇനി എങ്ങനെ പോയി പെർഫോം ചെയ്യാം. അങ്ങനെ എന്നോട് പറഞ്ഞു പോയി സ്ക്രിപ്റ്റ് നല്ലപോലെ പഠിക്കാൻ പറഞ്ഞു. ഞാൻ സ്ക്രിപ്റ്റ് കൊണ്ടൊന്ന് കാണിച്ചു പറഞ്ഞ് എന്നോട് പോയി നല്ലപോലെ പഠിച്ചിട്ട് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടുത്തെ ഹാളിന്റെ പുറത്ത് പോയിരുന്നിട്ട് സ്ക്രിപ്റ്റ് പ്രാക്ടീസ് ചെയ്ത് പഠിച്ച് ഒരുവിധം സെറ്റ് ആയിട്ട് നേരെ പോയി പെർഫോം ചെയ്യാനായിട്ട് അകത്ത് കയറി. അയ്യോ, അകത്ത് കയറിയ ടൈമിൽ എനിക്കൊരു ടെൻഷൻ വന്നു. പക്ഷെ ഞാൻ സ്ക്രിപ്റ്റ് അവരെ കയ്യിൽ കൊടുത്തിട്ട് നേരെ പെർഫോമൻസ് അങ്ങ് തുടങ്ങി. ഏകദേശം അതായത് 4 മിനിറ്റിനുള്ളിൽ നമ്മൾ പെർഫോം ചെയ്ത് കംപ്ലീറ്റ് ചെയ്യണം. അങ്ങനെ ഞാൻ പെർഫോമിങ് തുടങ്ങി. സ്റ്റാർട്ടിങ് എനിക്കൊരു ഇതുപോലെ തോന്നി, എന്ന് വെച്ചാൽ ഒരു ടെൻഷൻ പോലെ തോന്നി. പിന്നെ ഞാൻ അങ്ങ് പെർഫോം ചെയ്ത് പോയപ്പോൾ പിന്നെ ഈ ടെൻഷൻ സംഭവങ്ങളൊന്നുമില്ല. നമ്മൾ ആ വീഡിയോയിൽ കാണുമ്പോൾ തന്നെ നമ്മൾ പെർഫോം ചെയ്ത് അങ്ങ് കംപ്ലീറ്റ് ചെയ്ത് അങ്ങ് പോയി. ഏകദേശം 4 മിനിറ്റ് എന്നുള്ള ഞാൻ ഏകദേശം 6-6.5 മിനിറ്റോളം പെർഫോം ചെയ്ത്. അതിൽ അവർ എന്നോട് പറഞ്ഞ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമഡീസ് കുറവായിരുന്നു. ഓക്കെ, അപ്പോഴ് കുറച്ചുകൂടെ കോമഡി വരണം, കൗണ്ടർ വരണം, എങ്കിൽ മാത്രമേ ഓഡിയൻസ് എൻഗേജിങ് ആയിട്ടിരിക്കുള്ളൂ. ഞാൻ ചെയ്തതിൽ ആദ്യം തുടക്കം കുറച്ച് കോമഡി ഉണ്ടായിരുന്നു. പിന്നീട് അങ്ങോട്ട് കോമഡീസ് കുറവായി പോയി. അപ്പൊ അതുകൊണ്ട് സ്ക്രിപ്റ്റ് കുറച്ചുകൂടെ കറക്റ്റ് ചെയ്യാനുണ്ട്. പറ്റുമെങ്കിൽ വേറൊരു ടോപ്പിക് എടുക്കാൻ എന്നോട് പറഞ്ഞു. അത് കഴിഞ്ഞോ ഞാൻ പിന്നെ അവിടെ വെച്ച് സ്ക്രിപ്റ്റ് എഴുതി കഴിഞ്ഞാൽ അത്രയും കോമഡീസ് ഉള്ള ഒരു സ്ക്രിപ്റ്റ് എഴുതി എടുക്കാനുള്ള അത്രയും ഒരു ഹൈ ടാലന്റ് എനിക്കില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ അവിടുന്ന് ഇറങ്ങി ഒരു ബിറ്റ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾ അത് കണ്ടിട്ടോ. ഇതിനകത്താണ് ഓഡിഷൻ നടക്കുന്നത്. ഇത് എന്റെ കയ്യിൽ സ്ക്രിപ്റ്റ് ആണ്. അവിടെ ചെന്ന് പറയാൻ സ്വന്തം അത് അകത്ത് ഇരിക്കുന്നതാണ് സംഭവം നടക്കുന്നത്.
ഗായ്സ് അങ്ങനെ പെർഫോമൻസ് കഴിഞ്ഞ് കോമഡി കുറവായതുകൊണ്ട് കിട്ടിയില്ല. ആദ്യത്തെ ഒരു കോമഡി മാത്രം ഉണ്ടായിരുന്നു, സംഭവം കിട്ടിയില്ല. അങ്ങനെ സമാധാനമായി. ഇനി ഞാനെന്താ ഇവനോട് ഇവിടുന്ന് ഇറങ്ങാൻ പോവുകയാണ്. എങ്ങോട്ടടാ ഇനി? വീട്ടിലോട്ട് ഇനി. ഓക്കെ, ഇനി വീട്ടിൽ പോയിരിക്കാം. അങ്ങനെ എന്തായാലും എൻ്റെ ഒരു ആഗ്രഹം സഫലമായില്ല. നല്ലൊരു സ്കിറ്റുമായിട്ട് വരാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നോക്കാം. ഓക്കെ ഗായ്സ്, അപ്പോൾ നിങ്ങൾ കണ്ടായിരുന്നല്ലോ. അയ്യോ, ഇവിടെ ഇരുന്നോട്ടെ. പാറയാണ്ട് ഇവിടെ തരും ഗായ്സ്. അപ്പൊ അതായിരുന്നു സംഭവം. നമ്മളെ സ്ക്രിപ്റ്റ് വീക്കായിരുന്നു. വീക്കായിട്ടുള്ള ഒരു സ്ക്രിപ്റ്റും കൊണ്ടാണ് ഞാൻ പോയത്. സ്ക്രിപ്റ്റിലെ വീക്ക് എന്ന് പറഞ്ഞാൽ കോമഡീസ് ഇല്ല. അവിടെ നമ്മൾ ഒരു ചിരി, ഇരുചിരി, ബമ്പർ ചിരി എന്ന് പറഞ്ഞാൽ കോമഡിയാണ് ഇമ്പോർട്ടന്റ്. നമ്മൾ പറയുന്ന കോമഡി അനുസരിച്ചാണ് ബമ്പറും കാര്യങ്ങളും എല്ലാം വരുന്നത്. അപ്പൊ അതുകൊണ്ട് എന്റെ സ്ക്രിപ്റ്റിൽ കോമഡി കുറവായതുകൊണ്ടാണ് ഈ ഒരു ഓഡിഷനിൽ ഒരു റിജക്ഷൻ വന്നത്. അതുമല്ല, നമ്മുടെ സ്റ്റാൻഡപ്പ് കോമഡിയാണ് ഞാൻ എടുത്തത്. അപ്പൊ അത് കിട്ടാനായിട്ട് കുറച്ച് ടഫാണ്. വേറെയുള്ള നമ്മുടെ ആക്ടിങ് പെർഫോമൻസ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഞാനിപ്പോ നെക്സ്റ്റ് ഓഡിഷന് പോകുമ്പോൾ ഇതേപോലത്തെ എന്തെങ്കിലും ഒരു ആക്ടിങ് ലെവലുള്ള സംഭവം ട്രൈ ചെയ്താലെന്ന് ആലോചിക്കുന്നുണ്ട്. എന്തായാലും നമ്മൾ ഗിവ് അപ്പ് ചെയ്യുന്നില്ല ഗൈസ്. തുടക്കത്തിലെ ആദ്യത്തെ ഓഡിഷന് ഫസ്റ്റ് ഓഡിഷനാണ്. അതായത് ഞാൻ ഒരു TV ഓഡിഷനിൽ ഫസ്റ്റ് ടൈമാണ് പോയി പെർഫോം ചെയ്യുന്നത്. അപ്പൊ ഫസ്റ്റ് ടൈം ഫെയിലിയർ ആയി. ദാറ്റ്സ് ഓക്കെ. ഫെയിലിയർ എന്ന് പറയുന്നത് നമ്മുടെ പാർട്ട് ഓഫ് ദ ജേർണി ആയിട്ട് ഞാൻ കണക്കാക്കുന്നുള്ളൂ. അപ്പൊ അതുകൊണ്ട് അത് ഫെയിലിയർ ഈസ് എ ചോയ്സ് എന്ന് പറഞ്ഞ പോലെ ആ ഒരു ചോയ്സ് മാത്രമാണ്. നമ്മൾ അതിന് ഒരു കാര്യം പഠിച്ചു. നമ്മുടെ സ്ക്രിപ്റ്റ് വീക്ക് ആണെന്നുള്ള കാര്യം നമ്മൾ പഠിച്ചായിരുന്നു. അപ്പൊ അടുത്ത തവണ നമ്മൾ കുറച്ചുകൂടെ അതിനെ ഇംപ്രൂവ് ചെയ്ത് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് പോയി പെർഫോം ചെയ്യാം എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പൊ ഓരോ ഫെയിലിയറും നമുക്ക് ഓരോ ലെസൺ തരും. അത്രേ ഉള്ളൂ. പിന്നെ ഞാൻ ഫസ്റ്റ് ടൈം പോയി എന്നുള്ള ഒരു എക്സ്പീരിയൻസ് ആയി എനിക്ക്. അപ്പൊ ഇനിയിപ്പോ നെക്സ്റ്റ് ഒരു ഓഡിഷന് പോകുമ്പോൾ എനിക്ക് ഈ ഒരു എക്സ്പീരിയൻസ് വെച്ച് എന്താണ് ആ ഒരു ഭയവും പേടി ഇൻസെക്യൂരിറ്റീസും പിന്നെ ആ ഒരു എക്സൈറ്റ്മെന്റും അതൊക്കെ കുറച്ച് കുറവായിരിക്കും. ഓക്കെ, എന്നാലും ആ ഒരു എക്സ്പീരിയൻസ് നമുക്ക് കിട്ടും. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ചാൻസ് എല്ലാം നമ്മൾ ഉപയോഗപ്പെടുത്തുക. നമ്മൾ 100% എഫേർട്ട് ഇട്ട് അതിനെ ഉപയോഗപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുക. അതാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ അതുകൊണ്ട് എനിക്ക് ഇടാൻ പറ്റുന്നതിന്റെ മാക്സിമം എഫേർട്ട് ഇട്ടാണ് ഞാൻ പോയത്. കാരണം എന്താ പറയുക, സ്ക്രിപ്റ്റ് എഴുതുന്ന വേറൊരു സംഭവത്തിൽ എനിക്ക് വലിയ എക്സ്പീരിയൻസ് ഒന്നുമില്ല. അപ്പൊ അതുകൊണ്ട് എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ എങ്ങനെയാണ് അതേപോലെയാണ് ഞാൻ പോയി പെർഫോം ചെയ്ത. സോ ദാറ്റ്സ് ഇറ്റ്. അല്ല ഇനിയിപ്പം വേറെന്ത് പറയാനാണ്. നമ്മൾ ഫെയിൽ ആയി പോയി. നമുക്ക് ഇനിയിപ്പോ അടുത്തൊരു ഓഡിഷൻ വരും ഗൈസ്. ഇപ്പൊ ട്രിവാൻഡ്രത്തുള്ള ഒരു ഓഡിഷൻ ആണ് ഇപ്പം അടുത്ത നെയ്യാറ്റിൻകര കഴിഞ്ഞ. ഇനിയിപ്പം വേറെ ജില്ലകളിലേക്ക് ഓഡിഷൻ വരും. അപ്പൊ അതിന് നമ്മൾ നല്ല രീതിയിൽ പ്രിപ്പയർ ആയിട്ട് വരാൻ വേണ്ടി അവർ പറയുന്നത്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളെ വരുന്ന നമുക്ക് ഒത്തിരി നല്ല സപ്പോർട്ട് വരുന്നുണ്ട് അവര്. എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ എന്തൊക്കെ സംശയങ്ങൾ ഉണ്ടെങ്കിലും അത് പോയി ചോദിച്ചു കഴിഞ്ഞാൽ അവർ ക്ലിയർ ആയിട്ട് നമ്മളെ ഗ്രൂമേഴ്സ് പറഞ്ഞ് നമുക്ക് കറക്റ്റ് മനസ്സിലാക്കി തരും. അപ്പൊ നമ്മൾ പോയി പെർഫോം ചെയ്യുക. നമുക്ക് നല്ല സപ്പോർട്ടീവ് ആണ്. അപ്പൊ ആരെങ്കിലും പോകാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പോവുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങളുടെ ഫിയർ നിങ്ങൾ ഫേസ് ചെയ്യണം. ഓക്കെ, എനിക്കിപ്പോ കിട്ടിയതും കിട്ടാത്തതുമല്ല, നമ്മൾ പോയി അതിനെ ഫേസ് ചെയ്യുക. അതിലാണ് വലിയ കാര്യം. ഇന്നല്ലെങ്കിൽ നാളെ നമുക്കും കിട്ടും എന്നുള്ളത് എന്നുള്ള ഒരു പ്രതീക്ഷ എനിക്ക് ഉണ്ട് ഗൈസ്. അപ്പൊ അതുകൊണ്ട് എത്ര തവണ ഫെയിൽ ആയാലും നമ്മൾ വീണ്ടും നമ്മൾ ട്രൈ ചെയ്യും. 1 day is our day എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഒരു ദിവസം നമ്മളെ തേടി വരും നമ്മുടെ ദിവസം. ഓക്കെ, അതുവരെ നമ്മളെ ശ്രമങ്ങൾ ഉപേക്ഷിക്കുക. നമ്മൾ മുമ്പോട്ട് ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കാം. ഓക്കെ ഗൈസ്, അപ്പൊ ഈ ഒരു വ്ളോഗ് ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളടുത്ത് പറയാനായിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇതാണ് നമ്മളൊരു ടെലിവിഷൻ ജേർണിയിലോട്ട് നമ്മൾ സഞ്ചരിച്ചപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള ഫസ്റ്റ് എക്സ്പീരിയൻസ്. ഇതിനെ ഒരു ഫെയിലിയർ ആയിട്ട് ഞാൻ ഒരിക്കലും കാണുന്നില്ല. ഇതിനെ ഒരു ലെസൺ ആയിട്ട് മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. നല്ലൊരു പ്രതീക്ഷ എനിക്കുണ്ട്. ഇനിയിപ്പോ മുമ്പോട്ട് പോകുമ്പോൾ നമുക്ക് വീണ്ടും വേറെ ഓപ്പർച്യൂണിറ്റീസ് വരാം. അതിനെ നമ്മളെ കൊണ്ട് കഴിയുന്ന മാക്സിമം നമ്മുടെ ബെസ്റ്റ് ഇട്ട് ചെയ്യാനായിട്ട് ശ്രമിച്ചുകൊണ്ടേയിരിക്കും. ഓക്കെ, ദാറ്റ്സ് ഇറ്റ് ഗൈസ്. അപ്പൊ ഈ ഒരു വ്ളോഗ് ഞാൻ ഇവിടെ വെച്ച് എൻഡ് ചെയ്യാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പൊ ആ സബ്സ്ക്രൈബ് ബട്ടണിൽ ഒരു ഞെക്കിയിട്ട് ബെല്ലേക്കിൽ ഒരു പീസ്.